കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുകയാണല്ലോ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ദിവസങ്ങളിൽ വിലപ്പെട്ട തിരുവചന സത്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനമുള്ള പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച നല്ല ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ആയുസ്സും ആരോഗ്യവും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 31 എപ്പിസോഡുകൾ നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു. ഇന്നതിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തിരുവത്താഴത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മരണം, ഉയർപ്പ് എന്നീ വിഷയങ്ങളാണ്. വളരെ സുപ്രധാനമായ ചില സത്യങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ പ്രിയ സാറിലൂടെ ഗ്രഹിക്കാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കണമേ. സാറേ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് മരണം. എല്ലാ മനുഷ്യരും ഒരുപോലെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് മരണം. അപ്പം മരണത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളാണ്. നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ പല മതങ്ങൾ, പല സഭകൾ, എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. പക്ഷെ എല്ലാവരുടെയും കൈവശം ഇരിക്കുന്ന വേദവസ്തു ഒന്നാണ്. നമ്മൾ സാധാരണ മരണ വീടുകളിൽ ചെന്നാൽ അവിടെ ഈ ഫ്ലെക്സ് അടിച്ചു വെക്കാറുണ്ട്. ചിലര് അവിടെ എഴുതി വെച്ചേക്കുന്ന പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഇപ്പൊ ചാക്കോശാന മരിച്ചെങ്കിൽ ചാക്കോശായൻ പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഇനി ചിലർ എഴുതി വെച്ചേക്കുന്ന നിത്യതയിൽ, നിത്യതയിൽ പോയി. അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇത് വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സംശയങ്ങളുണ്ടാവും. അപ്പൊ ഇന്ന് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മരണം, മരണത്തിൽ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുന്നു, അവൻ എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഈ മരണം എന്ന് പറയുന്നത്, ഈ മരണം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ആണ് അല്ലേ? അതെ. അതെ. ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 32:16 ആദ്യമായി ദൈവമാണ് ഈ മരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ മരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല. അതെ. നിത്യജീവൻ വ്യവസ്ഥയിന്മേൽ കൊടുത്തിരുന്നു. അതെ അല്ലേ? തീർച്ചയായിട്ടും നിത്യജീവൻ വ്യവസ്ഥയിന്മേൽ കൊടുത്തിരുന്നു എന്ന് കാണുവാൻ തന്നെ സാധിക്കുന്നു. പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:17 വായിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതെ, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആരോട് പറയുന്നു? ദൈവം ആദമിനോട് പറയാണ്. അപ്പം പഴം തിന്ന നാളിൽ ആദാം മരിച്ചോ? പഴം തിന്നുന്ന നാൾ ആദാം മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചെന്ന് വേണം പറയാൻ. കാരണം ദൈവം പറയുന്നതിന് മാറ്റമില്ല. നമുക്ക് വേണമെന്ന രീതിയിൽ ഒരല്പം കൂടെ മറ്റൊരു രീതിയിൽ നോക്കി മനസ്സിലാക്കാം. മനുഷ്യന്റെ ദൃഷ്ടി മരിച്ചില്ലെന്ന് പറയും. തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ ആ ദിവസം നീ മരിക്കും. അതെന്താ? ആദാം എത്ര വർഷം ജീവിച്ചു? 930 വർഷം ജീവിച്ചു അല്ലേ? അപ്പോഴ് ആ തിന്ന നാളിൽ മരണം ആരംഭിച്ചു. 930 വർഷം കഴിഞ്ഞപ്പോൾ പരിപൂർണമായി മരിച്ചു. ഉദാഹരണം, ഒരു വൃക്ഷം ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങുന്നില്ല. അത് ഉണങ്ങി ക്രമേണ ഉണങ്ങി, തടി ഉണങ്ങി, വേരുണങ്ങി, സമയമെടുക്കും. അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം ആളുകൾ ചോദിക്കാറുണ്ട്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു, അന്നും മരിച്ചില്ലല്ലോ. പിന്നെ 930 വർഷം കഴിഞ്ഞിട്ടില്ലേ ആദം? അതുകൊണ്ട് അത് ഓർപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്നാന്നറിയോ? മൂലഭാഷയിൽ പോകുമ്പം അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇൻ ദ ഡേ യു ഈറ്റ്, ഡൈയിങ് യു വിൽ ഡൈ. അല്ലേ? എന്ന് പറഞ്ഞാല് നീ മരിച്ചുകൊണ്ട് മരിക്കും എന്ന അർത്ഥം. ഡൈയിങ് യു വിൽ ഡൈ എന്നാണ് ശരിയായിട്ട് പരിഭാഷ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് മരിക്കാൻ തുടങ്ങി 930 ആയപ്പോൾ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ നിന്ന്
വൃക്ഷത്തിൽ നിന്ന് ഒരു കൊമ്പ് നീട്ടിയല്ല, അത് പിന്നെയും പച്ചയായിട്ടിരിക്കുക. അന്ന് അതിൻ്റെ മരണം ആരംഭിച്ചു. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും എന്നൊക്കെ നമ്മൾക്ക് പല ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കും, അല്ലേ? അപ്പോൾ ഈ നിയമം ദൈവം വെച്ചത് എന്തിനാ, അല്ലേ? തിന്നരുത്, തിന്നാൽ നീ മരിക്കും, അല്ലേ? അപ്പം നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വായിക്കണം. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. നിൽക്കട്ടെ, ഇതിനോടൊപ്പം നമുക്ക് മറ്റു പല കാര്യങ്ങളും കൂടെ വേണേ ചിന്തിച്ചു പോവാം. അപ്പം കൽപ്പന എന്തിനെ ലഭിച്ചു? എന്തിനാ ദൈവം കൽപ്പന തന്നെ? ജീവനായി. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ എന്തുവാണ്, യോഹന്നാന്റെ സുവിശേഷം നിത്യജീവനാകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടയ്ക്കണം. ഇത് പറഞ്ഞു പ്രസംഗിച്ചും പഠിപ്പിച്ചും ഇട്ടിരിക്കുക. ഈ തുടച്ചങ്ങ് മാറ്റണം. കൽപ്പന എന്ന് പറയുന്നത് പൗലോസ് എന്ന് പറയുന്നത് ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന മരണഹേതുവായി എന്ന് ഞാൻ കണ്ടു. അപ്പൊ എന്തിനാ കൽപ്പന തന്നിരുന്നത്? ജീവിക്കാൻ വേണ്ടിയാ. അനുസരിച്ച് ജീവിച്ചു, അരസണക്കേട് കാണിച്ചാൽ നീ മരിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇത് ദൈവം തന്നേക്കുന്നത് നീ ഇത് കൊണ്ടുപോയി അനുസരിച്ചാൽ നീ മരിച്ചു പോവും എന്നുള്ള തത്വത്തിലാണ്. അതന്നെ അങ്ങോട്ട് അടുക്ക പോലും ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് മരണ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്നേഹമായ അല്ലേ? മരണ ശുശ്രൂഷ എന്നുള്ളൊരു വാക്ക് ഉണ്ട്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ സ്നേഹവാനായ ദൈവം എന്തോ കൊടുത്തു? 10 കൽപ്പന അങ്ങോട്ട് കൊടുത്തു, മരണ ശുശ്രൂഷയായിട്ട് കൊടുത്തു. എന്തോ ചെയ്യാനാണ്? അത് സാരമില്ല, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിക്കും, അല്ലേ? അപ്പോൾ ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്ത് പറ്റി? ഏകമനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അല്ലേ? അത് ഇനി മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? മരണം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജീവനും മരണവും രണ്ട് എന്താണ് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ജീവിച്ചിരിക്കുമ്പം മരണമില്ല, മരിച്ചിരിക്കുമ്പോൾ ജീവനും ഇല്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. ലൈഫ് ഈസ് നോട്ട് ഡെത്ത്, ഇൻ ഡെത്ത് ദർ ഈസ് നോ ലൈഫ്, അല്ലേ? അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാം. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കും. ജീവനും മരണവും. അപ്പോൾ ജീവനും മരണവും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്, ഓപ്പോസിറ്റ് ആണ്. ഒന്നായിരിക്കുന്നത് മറ്റേതല്ല, അല്ലേ? ഞാൻ അനുഗ്രഹവും ശാപവും. അപ്പൊ അനുഗ്രഹവും ശാപവും രണ്ടാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവിടുത്തെ വാക്ക് കേട്ടനുസരിക്കുകയും അവിടുത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അങ്ങനെ അപ്പോഴ് ദൈവം നമുക്ക് വീണ്ടും ഏതെങ്കിലും പോവാം. അവിടെ ചെന്നിട്ട് ദൈവം എന്ത് പറയുന്നു? തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ വന്നെന്തോ പറഞ്ഞു? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. മരിക്കയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താ അറിയാമോ? മരിക്കയില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സാത്താൻ ഹവ്വായോട് പറയുന്നത് യു ആർ ഇമ്മോർട്ടൽ. നിനക്ക് മരണമില്ല, യു ആർ ഇമ്മോർട്ടൽ എന്നാ സാത്താൻ പറഞ്ഞതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ദൈവം പറഞ്ഞു നിനക്ക് മരിക്കും, മരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. മറ്റവും എന്ന് പറയാ യു ആർ ഇമ്മോർട്ടൽ, നിനക്ക് മരിക്കാൻ സാധിക്കത്തില്ല, അല്ലേ എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. അത് അങ്ങ് വിശ്വസിച്ചു, അല്ലേ? അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ. അപ്പോൾ ഒരു സംശയം, ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ ദേഹമാണ് മരിക്കുന്നത്. സാറ് കേട്ടിട്ടുണ്ടോ? അത് ദേഹിക്ക് മരണമില്ല, ഇമ്മോർട്ടൽ സോൾ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അതിനെ പറ്റി പറയുന്നു, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടേക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ഈ ഭൗതിക ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ആത്മാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ചാടി പുറത്ത് പോവുക, സ്വർഗത്തിലോ ഈ ശരീരത്തും വിട്ട് അതങ്ങ് പുറത്ത് പോവുക. എങ്ങോട്ട് പോയെന്നോ?
സ്വർഗത്തിലോട്ട് പോകുന്നതുണ്ട്, നരകത്തിൽ പോകുന്നതുണ്ടെന്നൊക്കെ പറയുന്നത്. ഈ ശുശ്രൂഷയൊക്കെ ഈ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടത്തുമ്പം പറയുന്ന എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സാറ് പാസ്റ്ററായതുകൊണ്ട് പല ശവസംസ്കാര ശുശ്രൂഷകളിലും പോകുമ്പോൾ കേൾക്കുന്നത്, ഇപ്പൊ ഒരു 90 വയസ്സുള്ള അമ്മച്ചിയാ മരിച്ചെങ്കിൽ അവിടെ വരുന്ന ശുശ്രൂഷൻ പറയുന്നത്, നമ്മുടെ പ്രിയമുള്ള അമ്മച്ചി കഴിഞ്ഞ ശുശ്രൂഷകൻ അമ്മച്ചി കഴിഞ്ഞ 90 വർഷം ഈ ഭൂമിയിൽ പാർത്തു, മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ശുശ്രൂഷകൾ അനുഭവിച്ചു. ഇപ്പോൾ പിന്നെ കഥയും കൂടെ വേണേ പറയും. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ഉള്ള പൂക്കളിൽ ഏറ്റവും മനോഹരമായ പൂവിനെ ആ തോട്ടക്കാരൻ പറിച്ച് തൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നത് പോലെ ഈ അമ്മച്ചിയാകുന്ന മനോഹരമായ പുഷ്പത്തെ സ്വർഗത്തിലെ ദൈവമാകുന്ന തോട്ടക്കാരൻ പറിച്ചങ്ങ് സ്വർഗത്തിൽ തൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഇനി ഒരു പുരുഷനാണെങ്കിൽ എന്തോ പറയും? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുഷ്പമാണ് എന്നൊക്കെ പറഞ്ഞു. പുരുഷനാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഒരു കള്ളുകൂടിയനാ മരിക്കുന്നെങ്കിൽ, അത് വീണ്ടും സാറി ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ടുണ്ട് പലരുടെയും കാര്യം, ഒരു കള്ളുകൂടിയനാ മരിക്കുന്ന നിലയിൽ എന്തോ പറയും? കള്ളുകൂടിയ പരസ്യമായിട്ട് അവിടെ പറയത്തില്ല, എന്നാലും പൊതുവെ ആളുകൾ പറയുന്ന അവൻ സ്വർഗത്തിൽ പോയില്ല, നരകത്തിലോട്ട്. അപ്പൊ ഇവന് നരകത്തിൽ പോയി, മറ്റേ സ്വർഗത്തിൽ പോയി. അവനൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നരകം ഇല്ലല്ലോ, ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാ പോകുന്നത് അല്ലേ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പം മലാഖിയുടെ ദിവസത്തിൽ ഇതില്ല അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇത് എല്ലാം കൂടെ യോജിക്കുന്നില്ല, പലതും യോജിക്കുന്നില്ല അല്ലേ? അപ്പൊ ദേഹിക്ക് മരണമുണ്ടോ എന്നാ ചോദ്യം. ഇമ്മോർട്ടൽ സോൾ എന്ന് പറയുന്നു അല്ലേ? ദേഹിക്ക് മരണം ഇല്ല. ഹവായോട് പറഞ്ഞ അതേ കള്ളം തന്നെയാണ് വീണ്ടും പറയുന്നത് അല്ലേ? യു ആർ ഇമ്മോർട്ടൽ, യു കനോട്ട് ഡൈ എന്ന് പറയും. എഹെസ്കേൽ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കും. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളവ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദേഹം മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അപ്പൊ ദേഹിക്ക് മരണമുണ്ടോ? ഉണ്ട്. പിന്നെങ്ങനെ ഈ ദേഹി സ്വർഗത്തിൽ പോകുന്നത്? പിന്നെങ്ങനെ ഈ ദേഹി ഇമ്മോർട്ടൽ സോൾ എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് മനസ്സിലായില്ല അല്ലേ? അതെ. ഇത് ഈ മരണത്തെപ്പറ്റി പറയുന്നത്, ഒരു വിശ്വാസ സമൂഹം പറയുന്നു മരിച്ചപ്പോൾ സ്വർഗത്തിൽ പോയെന്ന് പറയുന്നു. ഒരു കൂട്ടർ പറയുന്നു അവൻ ഇവിടെ പർഗറ്ററി പോയിരിക്കുന്നു എന്ന് പറയും. ചിലർ പറയുന്നു കുഴിച്ചിട്ടെടുത്ത് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പം ഈ ലോകക്കാർക്കൊരു ചോദ്യമുണ്ട്, ഇതിനെപ്പറ്റിയുള്ള സത്യം എന്തുവാന്നൊന്ന് പറ. അതെ, സ്വർഗത്തിൽ പോയോ, പർഗറ്ററി പോയോ, ഇവിടെ കിടക്കുന്നേ ഉള്ളൂ, ഇതിനെപ്പറ്റിയുള്ള സത്യം എന്താണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വേദപുസ്തകത്തേക്ക് തിരിയുമ്പോൾ മാത്രമേ ഇതിനെപ്പറ്റിയുള്ള സത്യം മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വായിക്കാം. സങ്കീർത്തനം പുസ്തകം 37:10 വായിക്കാം. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. ഇല്ല. അത് സാർ എന്ത് പറയുന്നത്? ഇത് വായിക്കുമ്പോൾ സാർ എന്തോ ഗ്രഹിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. വേറെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ. വേറെ എങ്ങും ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല. അപ്പൊ ദുഷ്ടന്മാരുടെ ഏറ്റവും അവസാനമുള്ള അവസ്ഥയെപ്പറ്റി വേദവസം പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ദുഷ്ടൻ ഇല്ല. ഇനി ഒരു കാര്യം ചോദിക്കാം. ഈ മരണത്തിൽ മനുഷ്യൻ എവിടെ പോകുന്നു എന്ന് അറിയാൻ തക്കവണ്ണം ഈ സൃഷ്ടിപ്പ് മനസ്സിലാക്കിയെങ്കിലേ അത് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. മേലെ അപ്പം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ എടുത്ത് വായിക്കാം. മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. വായിക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മുക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ എത്ര കാര്യങ്ങളും കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നത്? 2 കാര്യങ്ങളും കൊണ്ട്. എന്താണ്? പൊടി, ജീവശ്വാസം, ദൈവത്തിന്റെ ജീവശ്വാസം. അപ്പൊ പൊടി ഉണ്ടായിരുന്നപ്പം ആദാം ഇല്ലായിരുന്നു. ആദാം പൊടിയല്ലായിരുന്നു. അല്ലേ? പൊടി ഉണ്ടായിരുന്നു, ആദാം ഇല്ലായിരുന്നു. ദൈവത്തിന്റെ ജീവശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു, ആദാം ഇല്ലായിരുന്നു. അപ്പൊ ആദാം എവിടായിരുന്നു? ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ ആദാം എവിടായിരുന്നു? എങ്ങും ഇല്ലായിരുന്നു. ഈ മനുഷ്യന് അതങ്ങ് സൃഷ്ടിയാവത്തില്ല. എവിടെങ്കിലും ഉള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രൂപാന്തരപ്പെടുക്കുന്ന എങ്ങനെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ
ദൈവം തന്റെ ശക്തിയിൽ ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കിക്കൊണ്ടുവരുന്നു. അതാണ് ഈ ബാറാ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഗ്രഹിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഈ മനുഷ്യന് ഒരു പ്രീ എക്സിസ്റ്റൻസ് ഇല്ലായിരുന്നു. അതെ. ഈ നോൺ എക്സിസ്റ്റൻസിൽ നിന്നും എക്സിസ്റ്റൻസിലേക്ക് ദൈവം കൊണ്ടുവന്നു ആദാമിനെ. അതെ, അല്ലേ? അതെ, അതെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന് നിലത്തെ പൊടി, രണ്ട് ദൈവത്തിന്റെ ജീവശ്വാസം. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ ആദാം എന്ന മനുഷ്യൻ ഉണ്ടായി. ഇനി മരണത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെന്നറിയില്ല. അവിടെ തന്നെ നമുക്ക് വേറെ മറ്റു വാക്യങ്ങളുണ്ടല്ലോ. സാറിന് സഭാപ്രസംഗി വായിച്ചോളൂ. 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴ് നമുക്ക് അപ്പം മരണം എന്ന് പറയുന്നത് എന്തുവാണ്? മരണം എന്ന് പറയുന്നത് ഒരു മടക്കയാത്രയാണ്. പൊടി പണ്ടായിരുന്ന പോലെ മടക്കയാത്ര. ദൈവത്തിന്റെ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പം മരണം എന്ന് പറയുന്നത് എന്തുവാണ്? മടക്കയാത്രയാണ്. ഈ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ മേശപ്പുറത്തുള്ളതുകൊണ്ട് നോക്കാം. ഇത് പൊടി, ഇത് ജീവശ്വാസം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ, അല്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്. മൂന്നാമത് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, അല്ലേ? മൂന്നാമതൊരു കാര്യമില്ല, രണ്ട് കാര്യങ്ങളെന്ന് പറയാം. പൊടിയുണ്ട്, ജീവശ്വാസം ഉണ്ട്. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചു. അപ്പം ഇതിനെ നോക്കിയിട്ട് എന്തോ പറയും സാറ്? മൂന്നാമതൊരു വസ്തു ഉണ്ടായി. ഈ വസ്തുവിൻ്റെ പേരെന്തുവാന്ന് പറയാം സാധാരണഗതിയിൽ? കുരിശ്. കുരിശുണ്ടായിരുന്നോ നേരത്തെ? ഇല്ല. രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വന്നപ്പോൾ കുരിശായി തീർന്നു, അല്ലേ? ഇനി നമുക്ക് മടക്കയാത്ര നോക്കാം, അല്ലേ? പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേർന്നു, ജീവൻ ദൈവത്തിലും പോയി. കുരിശെന്തി? പിന്നെ കുരിശില്ല. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല. എങ്ങനെയാ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അപ്പച്ചനങ്ങ് സ്വർഗത്തിലിരിക്കുക. എൻ്റെ അപ്പൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ, അവൻ്റെ അപ്പൻ അങ്ങ് സ്വർഗത്തിൽ പോയി. ഇതെന്തൊരു കാര്യമാണ്? ഒരു വേദപുസ്തകം എടുത്തു വെച്ചാൽ എല്ലാവരും പഠിക്കുന്നല്ലേ? അപ്പോൾ മരിക്കത്തില്ല എന്ന് ദൈവം പറഞ്ഞപ്പോൾ, മരിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ നീ മരിക്കത്തില്ല എന്ന് പിശാച് പറഞ്ഞെങ്കിലും മതി. അത് പിശാചിൻ്റെ ഉപദേശമായത്. മരിച്ചവൻ സ്വർഗത്തിൽ പോയിരിക്കുന്നു, അവിടെ പോയിരിക്കുന്നു എന്ന് പറയുന്നല്ലേ? ഈ വഴികളെ വിട്ട് കളയണമേ ഈ സത്യം പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ. ദൈവം പറയുന്നു അതിന്റെ നേരെ വിപരീതമാ പിശാച് പഠിപ്പ്. അവൻ പറഞ്ഞേ മതിയാവത്തുള്ളൂ. അവൻ സ്വന്തമായിട്ട് ഒന്നും ഉളവാക്കിയിട്ടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നതിന് നേരെ വിപരീതം പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? മടക്കയാത്രയാണ്, മടങ്ങിച്ചേരുക. അപ്പൊ നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു നിലത്തിലേക്ക്, അതിൽ തിരികെ ചേരുവോളും എന്ന് പറയുന്നു. അപ്പം നിലത്തിൽ നിന്ന് മടങ്ങിച്ചേരുത്. അപ്പം മരണം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ഒരു മടക്കയാത്രയാണെന്ന് പറയാം. ഇനിയും വായിക്കാം. 104-ാമത്തെ സങ്കീർത്തനം 29-ാമത്തെ വാക്യം. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു, അങ്ങ് അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരും. മരണം എന്ന് പറയുന്നത് എന്നാന്നറിയാമോ? അവിടുന്ന് ശ്വാസം കൊടുത്തത് തിരിച്ചെടുക്കുന്നു, പൊടി എന്താകുന്നു? പൊടിയിലേക്ക് പോകുന്നു. വെറുതെ പോകുന്നല്ല. എങ്ങനെ പറയുന്നു? മടങ്ങിപ്പോകുന്നു. മരണം എന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ ഉറവിടത്തിലേക്കുള്ളൊരു മടക്കയാത്രയാ. ഈ റിട്ടേൺ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയോ? മടങ്ങിപ്പോകുന്നു. എവിടെ നിന്ന് വന്നു അങ്ങോട്ട് പോവുക. നമ്മളൊരു യാത്ര പോകുന്നു, യാത്ര പോയിച്ച് ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് മടങ്ങി വരുന്നത്? എവിടെ നിന്ന് പോയോ അവിടെ തന്നെ മടങ്ങി. അപ്പൊ സാർ ഇപ്പൊ ഇവിടുന്ന് അമേരിക്കയിൽ പോവുക, ഞാൻ മടങ്ങി വരാന്ന് പറഞ്ഞാൽ റഷ്യയിലോട്ടാണ് പോകുന്നത്. അല്ല. അപ്പം മടക്കമെന്ന് പറഞ്ഞാൽ എന്നാ? എവിടെ നിന്ന് വന്നോ അവിടത്തേക്ക് തിരിച്ചു പോകുന്നതാണ് മടക്കയാത്ര എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്നും ഉളവായി വന്നെങ്കിൽ മരണം എന്ന് പറയുന്ന മടക്കയാത്ര ആണെങ്കിൽ അവൻ എങ്ങോട്ട് പോകുന്നു? ഇനിമേലാൽ ദുഷ്ടൻ ഇല്ലായ്മയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ഗ്രഹിക്കേണ്ടതാകുന്നു. പോരാ, ഇനിയും വായിക്കാം. സങ്കീർത്തന പുസ്തകം 146-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിക്കാം. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിച്ചു പോയി. പിന്നെ നിരൂപണം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇതാണ്. അപ്പൊ മനസ്സും പ്രവർത്തിക്കുന്നില്ല അല്ലേ? അപ്പൊ ദൈവത്തിൻ്റെയൊക്കെ പോകുന്നെങ്കിലോ. ഇനിയും വായിക്കാം, നമുക്ക് വേറെ വാക്യങ്ങളുണ്ട്. വായിച്ചോളൂ, അത് മടക്കി വായിച്ചോളൂ. അവന്റെ ശ്വാസം പോകുന്നു,
അവൻ മണ്ണിലേക്ക് തിരിയുന്നു. റിട്ടേൺ. റിട്ടേൺ. ഡെത്ത് ഈസ് റിട്ടേൺ. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അതന്നെ. ഇനിയും വായിക്കണോ? അടുത്ത വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 34-ാമത്തെ വാക്യത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. അവിടുന്ന് തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, തന്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കി എടുത്തെങ്കിൽ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങി. എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞാലാ ഇതൊന്നും മനസ്സിലാകുന്നു. അതെ അല്ലേ? മടക്ക യാത്രയാണ്. മരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? മടക്ക യാത്രയാണ്. പൊടിയിൽ നിന്നും നിന്നെ എടുത്തു പൊടിയിലേക്ക് നീ മടങ്ങിപ്പോകും. ദൈവത്തിന്റെ ശ്വാസം ദൈവത്തിൽ നിന്ന് നിന്നിലേക്ക് ഊതി അത് മടങ്ങി ദൈവത്തിലേക്ക് പോകും. അപ്പം ദൈവശ്വാസം ദൈവത്തിലേക്ക് മടങ്ങി പോകുന്നതുകൊണ്ട് മനുഷ്യൻ അവിടെ പോകുന്ന അർത്ഥമുണ്ടോ? ഇല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊടി ഉണ്ടായിരുന്നു, നീ ഇല്ലായിരുന്നു. ദൈവശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു, നീ ഇല്ലായിരുന്നു. ഈ രണ്ടും കൂടെ കൂടി വെച്ചപ്പോഴാണ് നീ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്? ഇല്ല എന്നുള്ള കാര്യം ഗ്രഹിക്കേണ്ടതാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, ഇത് മരണം എന്ന് പറയുന്നത് ഒരു മടക്ക യാത്രയാണെന്നുള്ള കാര്യം നമുക്ക് ഊരിക്കിട്ടങ്ങ് ഉറപ്പിക്കാം. സാറ് പറയുന്ന ഭാഷയാണ് അല്ലേ? ഇത് സഭാപ്രസംഗിയുടെ പുസ്തകം 3:20 വായിക്കാം. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. ഒന്നുകൂടെ വായിച്ചു. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ, ആർക്കറിയാം? നമുക്കറിയാവുന്ന പറയുന്നു. ഇത് നമ്മൾ അവകാശപ്പെടുന്നത് തന്നെയാണെന്നറിയാം. തിരുവചനം പറയുന്നു, എടാ അത് മുകളിലോട്ട് പോയോ, ഇത് താഴോട്ട് പോയോ, നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞ നമുക്കറിയാവുന്ന പറയുന്നു. എങ്ങോട്ട് പോയി? അതിന്റെ ഉറവിടത്തിൽ. അത് തന്നെ. അപ്പം ഒരു കാര്യമുണ്ട്, മരണം മടക്കയാത്രയാണെന്ന രീതിയിൽ നമ്മൾ സ്ഥാപിച്ചു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. മരണം ഒരു മടക്കയാത്രയാണ്. അപ്പം സ്വർഗത്തിലേക്ക് പോകണമെന്ന രീതി, നീ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കണം, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ. അതെ, എന്ത് പറയുന്നു? സ്വർഗത്തിലേക്ക് മടങ്ങി പോകണമെന്ന രീതിയിൽ എവിടുന്ന് വന്നിരിക്കണം? സ്വർഗത്തിൽ നിന്ന്. നീ സ്വർഗത്തിൽ നിന്നാണോ ഇങ്ങോട്ട് വന്നേ? അല്ല അല്ലേ? അതെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, ഉയരത്തിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, കീഴിൽ നിന്നുള്ളവർ. ഉണ്ട്, വാക്യമുണ്ടല്ലോ. ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ. അപ്പം നമ്മളെങ്ങോട്ട് പോകും? മരണം ഒരു മടക്കയാത്രയാണെങ്കിൽ കീഴിലുള്ളവൻ അങ്ങോട്ട് പോകും, കീഴോട്ട് പോകും. ദൈവത്തിന്റെ ശ്വാസം അങ്ങോട്ട് പോകും, ദൈവത്തിങ്കിലേക്ക്. അപ്പൊ സാറ് പറ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട തിരുവചനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നുണ്ട്. നമ്മൾ ചില എപ്പിസോഡുകൾ കൂടെ കഴിയുമ്പോൾ നമുക്ക് അതിന് പൂർണ്ണ രൂപം കൈവരും. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ കേട്ടത്. നാം പണ്ട് ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നു. പൊടിയും ദൈവത്തിന്റെ ജീവശ്വാസവും കൂടെ ചേർന്നപ്പോഴാണ് മനുഷ്യനുണ്ടായത്. എന്നാൽ പൊടി മനുഷ്യനല്ലായിരുന്നു, ജീവശ്വാസവും മനുഷ്യനല്ലായിരുന്നു. ഇത് രണ്ടായിട്ട് വേർപെട്ടപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു. അത് തന്നെയാണ് മരണത്തിൽ സംഭവിക്കുന്നത്. വേദപുസ്തകം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത് ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുറന്നുള്ള എപ്പിസോഡുകളും കേൾക്കുക. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മരണത്തിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. മരണം ഒരു മടക്കയാത്രയാണെന്നും പൊടിയിലേക്കും ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങിപ്പോകുമ്പോൾ പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അടിയങ്ങൾ ദൈവവചനത്തിനനുസരിച്ചുള്ള ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനോമോഹത്തോടെ നടക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരും പറയുക. നമുക്കിതിൻ്റെ തുറന്നുള്ള എപ്പിസോഡുകളും കേട്ടാൽ മാത്രമേ ഈ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം നമുക്ക് പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ട് വരുന്ന എപ്പിസോഡുകളും കാണുവാൻ മറക്കരുത്.
നമുക്ക് തിരുവചനത്തിൽ വേരൂന്നി തിരുവചനപ്രകാരം നമുക്ക് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9156433122 974709797977.